തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 31-ാം വാക്യം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പരിശുദ്ധ പൗലോസ് ശ്ലീഹ തന്റെ 2-ാം മിഷണറി യാത്രയിൽ ഫിലിപ്പിയിൽ വെച്ചുണ്ടായ അവിസ്മരണീയമായ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ദൈവശാസ്ത്ര പ്രധാനമായ ഈ പ്രഖ്യാപനം നടത്തുന്നത്. പൗലോസ് ശ്ലീഹയുടെ 2-ാം മിഷണറി യാത്ര അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം 38 മുതൽ 18-ാം അധ്യായം 22 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2-ാം മിഷണറി യാത്രയുടെ തുടക്കത്തിൽ ബർന്നബാസ് മർക്കോസ് എന്ന യോഹന്നാനെ കൂടെ കൂട്ടത്തിൽ കൂട്ടുവാൻ ആവശ്യപ്പെട്ടുവെങ്കിലും പൗലോസ് അവനത്ര വിശ്വസ്തനല്ലാത്തതിനാൽ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ബർന്നബാസ് അത് സമ്മതിച്ചില്ല. തൽഫലമായി ബർന്നബാസും മർക്കോസും പൗലോസിനെ വിട്ട് വേറെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കുപ്രോസ് ദ്വീപിലേക്കും പൗലോസ് ശ്ലീഹ ശീലാസിനെ കൂട്ടി സുറിയ കിലിക്കിയ ദേശങ്ങളിലൂടെയും തന്റെ യാത്ര ആരംഭിച്ചു. ലുസ്ത്രായിൽ വെച്ച് പൗലോസിന് തീമോത്തിയോസിനെ ലഭിക്കുന്നു. തീമോത്തിയോസ് ദൈവഭയമുള്ള ഒരു യഹൂദസ്ഥരുടെ മകനായിരുന്നു എന്നും അവന്റെ വലിയമ്മ ലോവീസ് വിശ്വാസിയായിരുന്നു എന്നും 1 തീമോത്തിയോസ് 5-ാം വാക്യത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ടല്ലോ. അവിടെ നിന്ന് ആത്മനിയോഗപ്രകാരം മക്കതോന്യയിലേക്ക് പോകുവാൻ നിശ്ചയിക്കുകയും അതിന് പ്രകാരം മക്കതോന്യയിലെ ഒരു പ്രധാന പട്ടണമായ ഫിലിപ്പിയയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. റോമാക്കാർ ധാരാളം വന്നു പാർത്തിരുന്ന ഒരു സ്ഥലമായിരുന്നു ഫിലിപ്പിയ. യഹൂദന്മാർ അവിടെ വളരെ ചുരുക്കമായിരുന്നു. അവർക്ക് അവിടെ ഒരു സുനഗോഗ് പോലും ഉണ്ടായിരുന്നില്ല. അവർ പുഴവക്കത്ത് ഒന്നിച്ചു കൂടി പ്രാർത്ഥന നടത്തി വന്നിരുന്നു. ഈ പട്ടണത്തിലെ വെളിച്ചപ്പാടത്തെ സ്ത്രീയിൽ നിന്ന് പൗലോസ് ശ്ലീഹ ഭൂതത്തെ ഇറക്കി വിട്ടതിനാൽ അവളെ കൊണ്ട് ലക്ഷണം പറയിപ്പിച്ച് പണമുണ്ടാക്കി വന്ന പ്രമാണിമാർ പൗലോസിനും ശീലാസിനുമെതിരെ ജനത്തെ ഇളക്കി വലിയ പ്രക്ഷോഭം ഉണ്ടാക്കുന്നു. ജനം അവരെ വലിച്ചിഴച്ച് അവർക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞ് അവരെ അധികാരികളെ ഏൽപ്പിച്ചു. അധികാരികൾ അവരുടെ വസ്ത്രം വലിച്ചു കീറി കോൽ കൊണ്ട് അടിപ്പിച്ച് അവരെ കാരാഗ്രഹത്തിൽ അടച്ചു. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. പെട്ടെന്ന് വലിയ ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന് അടിസ്ഥാനം കുലുങ്ങി, വാതിലുകൾ തുറന്നു, ചങ്ങലകൾ കെട്ടഴിഞ്ഞു വീണു. ഇത് കണ്ട കാരാഗ്രഹ പ്രമാണി പൗലോസും കൂട്ടരും രക്ഷപ്പെട്ടു എന്ന് കരുതി സ്വയം ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ഉടൻ പൗലോസ് അവരെ വിലക്കിക്കൊണ്ട്, നിങ്ങൾ സ്വയമായ ഒരു ദോഷവും ചെയ്യരുതേ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുന്നു. ഉടൻ കാരാഗ്രഹ പ്രമാണി യജമാനനെ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് പൗലോസിന്റെ മുൻപിൽ മുട്ടുകുത്തിയപ്പോൾ പൗലോസ് പറയുന്ന മറുപടിയാണ് നമ്മൾ ഇന്ന് തലവാചകമായി എടുത്തിരിക്കുന്നത്. ഈ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഈ ഒറ്റ വാക്യത്തിലെ മറുപടിയിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയാണ് രക്ഷയ്ക്ക് ആധാരമായിരിക്കുന്ന പ്രമാണം എന്ന് പൗലോസ് അവരെ ബോധ്യപ്പെടുത്തുന്നു. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അസന്നിഗ്ധമായി പൗലോസ് ശ്ലീഹ പ്രഖ്യാപിക്കുകയാണ് ഈ വെളിപ്പെടുത്തലിലൂടെ. യേശുക്രിസ്തുവിനുള്ള വിശ്വാസമാണ് ആത്മാവിന്റെ രക്ഷയ്ക്ക് ആധാരം എന്ന ആദിമ സഭയുടെയും അപ്പോസ്തോലിക സമൂഹത്തിന്റെയും ഉറച്ച ബോധ്യമാണ് പൗലോസ് ശ്ലീഹ ഇവിടെ പ്രഖ്യാപിക്കുന്നത്. രക്ഷ ദൈവത്തിന്റെ സൗജന്യ ദാനം ആണെന്നിരിക്കെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ എങ്ങനെയാണ് രക്ഷ ലഭിക്കുക? ദൈവവും ക്രിസ്തു ഒന്നാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇത് സ്വീകരിക്കുവാൻ കഴിയുകയുള്ളൂ. യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും ഏറ്റവും കൂടുതൽ വിമുഖത കാണിച്ച വിഭാഗം ആണല്ലോ യഹൂദ സമൂഹം. ആ സമൂഹത്തിന്റെ ശക്തനായ വക്താവായിരുന്ന പൗലോസ് തന്നെ യേശുവിനെ ദൈവമായി ഹൃദയം കൊണ്ട് അംഗീകരിച്ച് നടത്തുന്ന സുവിശേഷ സാക്ഷ്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നത്. പത്രോസ് ശ്ലീഹായും മാർത്തോമാ ശ്ലീഹായും ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അസന്നിഗ്ധമായി ഏറ്റുപറയുന്നത് സുവിശേഷ ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ടല്ലോ. അതിനേക്കാൾ ഒരു പടി കൂടി ഉയർന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ യേശുക്രിസ്തു ആദിയിലെ വചനമായി ദൈവത്തോട് കൂടെയായിരുന്നുവെന്നും അവൻ ദൈവമായിരുന്നുവെന്നും ആ വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി തന്നെ കണ്ടു എന്നും രേഖപ്പെടുത്തിക്കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ലേഖനത്തിലും പിതാവിനോട് കൂടെ ഇരുന്ന് അവൻ ഞങ്ങൾക്ക് നിത്യജീവനെക്കുറിച്ച് ഉപദേശിച്ചു തന്നു എന്നും യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ കള്ളനാകുന്നുവെന്നും വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ ദൈവത്വം ഇന്നും സമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പ്രമേയമാണ്. ചില ക്രൈസ്തവ സഹോദരന്മാർക്കിടയിലും ഈ ചോദ്യം ഉയരുന്നുണ്ട്. ഹൈന്ദവ മതത്തിലെ അവതാര പുരുഷന്മാരെ പോലെയോ യഹൂദ ഇസ്ലാം മതങ്ങളിലെ പ്രവാചകന്മാരെ പോലെയോ ഒക്കെ യേശുവിനെയും മനസ്സിലാക്കുവാനാണ് പലർക്കും താല്പര്യം. എന്നാൽ ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹ ആകുന്നു എന്ന് പരിശുദ്ധനായ പത്രോസ് ശ്ലീഹായെ പോലെ ഉറക്കെ വിശ്വസിച്ച് ഏറ്റുപറയുവാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ വിശ്വാസം അതിൻ്റെ ആഴത്തിലും പൂർണ്ണതയിലും എത്തുകയുള്ളൂ എന്ന് നാം അറിഞ്ഞിരിക്കണം.
രണ്ടാമത്, വിശ്വസിച്ച കാരാഗൃഹ പ്രമാണി തൻ്റെ മേലധികാരികൾ തന്നോട് എന്ത് പ്രവർത്തിക്കും എന്ന് ആലോചിച്ച് ഭയപ്പെടാതെ പൗലോസിനെയും ശീലാസിനെയും സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവരുടെ മുറിവുകളെ കഴുകി അവർക്ക് ആവശ്യമായ ശുശ്രൂഷകൾ ചെയ്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരുടെ സുവിശേഷം കേട്ട് കുടുംബം മുഴുവനും സ്നാനം ഏറ്റു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ ആ കുടുംബം ഒന്നടങ്കം സന്തോഷിച്ചു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശ്വാസം അതിനോട് ചേർന്ന് അതിനനുസരിച്ചുള്ള പ്രവൃത്തി വരുമ്പോഴാണ് അത് പൂർണ്ണതയിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ ഈ കാരാഗൃഹ പ്രമാണി തൻ്റെ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവൃത്തി ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ പ്രതിഫലമായ ആഹ്ലാദം അനുഭവിക്കണമെങ്കിൽ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവൃത്തി വിശ്വാസത്തോടു കൂടെ ചേർന്ന് നിൽക്കുവാൻ ഇടയാകണം. യേശുക്രിസ്തു വിശ്വസിച്ച കാരാഗൃഹ പ്രമാണിയുടെ കുടുംബം മുഴുവനും ആഹ്ലാദത്തിലേക്കും ആനന്ദത്തിലേക്കും പ്രവേശിച്ചതുപോലെ നമ്മുടെ വിശ്വാസം നമ്മെയും ആഹ്ലാദത്തിലേക്കും ആനന്ദത്തിലേക്കും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.